ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ പ്രിപ്പറേഷൻ റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ഇതുവരെ സാധിച്ചിട്ടില്ലേ? എങ്കിൽ ഐശ്വര്യത്തിന്റെ പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ തന്നെ ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിനൊപ്പം നിങ്ങൾക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ധാരാളം വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, ഫുൾ സിലബസ് ബേസ്ഡ് capsule notes and other study materials, doubt clearance and mentorship, 5000-ലധികം topic wise multiple choice questions with detailed explanation, 20ഓളം PSC മോഡൽ ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് നിങ്ങൾക്കും ഇന്ന് തന്നെ സ്വന്തമാക്കാം. ടെക് PSCയുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസിലൂടെ ടെക് PSC സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം. വെറും 1999 എന്ന നിസ്സാരമായ പ്രൈസിൽ. അപ്പോൾ അധികം വൈകാതെ ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ദഹി അല്ലെങ്കിൽ നമ്മൾ കോമൺലി പറയുന്ന കേർഡ് അല്ലെങ്കിൽ നമ്മുടെ തൈര്, ഇതിനെ കുറിച്ചാണ് നമുക്ക് ആദ്യം ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. സോ ലെറ്റ് us സ്റ്റാർട്ട്. അപ്പൊ നിങ്ങൾ വളരെ ഓഫൺ ആയിട്ട് ഈ രണ്ട് ടേംസ് ദഹി ആൻഡ് അതുപോലെ തന്നെ യോഗർട്ട്, ഈ രണ്ട് ടേംസ് നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരാം. ഇത് രണ്ടും സെയിം ആണോ, ഈ യോഗർട്ടും കേർഡും സെയിം ആണോ എന്നൊക്കെ നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരുന്നതാണ്. അപ്പൊ ആക്ച്വലി ഈ രണ്ട് പ്രൊഡക്റ്റ് ദഹി ആൻഡ് യോഗർട്ട്, ഇത് അപ്പിയറൻസിലും അതുപോലെ ടേസ്റ്റിലും ഒക്കെ വളരെ സിമിലർ ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇത് രണ്ടും രണ്ട് പ്രോഡക്റ്റ് ആണ്. ദഹി ഉണ്ടാക്കുന്നതും അതുപോലെ യോഗർട്ട് ഉണ്ടാക്കുന്നതും രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോസസ് ആണ്. ഇതിൽ ദഹി എന്ന് പറയുന്നത് ഒരു ഫെർമെന്റേഷൻ പ്രോസസ്സിലൂടെ ലാക്ടിക് ആസിഡ് ബാക്ടീരിയാസിന്റെ ഫെർമെന്റേഷനിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ദഹി അല്ലെങ്കിൽ കേർഡ്. നമ്മൾ വീട്ടിലൊക്കെ സിമ്പിൾ ആയിട്ട് ഒരു ഓൾറെഡി പ്രസൻസ് ആയിട്ടുള്ള ഒരു കേർഡിന്റെ ഇനോക്കുലം എടുത്തിട്ട് അതൊന്ന് പ്രിപ്പയർ ചെയ്യുന്നതാണ്, ഒരു കൾച്ചറാണ്. അതായത് അതൊരു ഫെർമെന്റേഷൻ പ്രോസസ് ആണ്. പക്ഷെ യോഗർട്ട് എന്ന് പറയുന്നത് അവിടെ നമ്മൾ ലാക്ടിക് ആസിഡ് ബാക്ടീരിയന്റെ ഫെർമെന്റേഷനിൽ അവിടെ നമ്മൾ പുതിയ കൾച്ചേഴ്സ് അല്ലെങ്കിൽ പുതിയ ബാക്ടീരിയാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഈ രണ്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നതും ഡിഫറെന്റ് ആണ്. ഓക്കെ, കേർഡ് പറഞ്ഞ പോലെ നമ്മൾ മിൽക്കിനെ നാച്ചുറൽ ആയിട്ട് ഫെർമെന്റ് ചെയ്യാൻ സമ്മതിക്കുകയാണ്. അതിലുള്ള ബാക്ടീരിയാസിനെ വെച്ചിട്ട് തന്നെ നമ്മൾ നാച്ചുറൽ ആയിട്ട് ഫെർമെന്റേഷൻ ചെയ്യാൻ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ യോഗർട്ടിൽ നമ്മൾ ഇന്റൻഷനൽ ആയിട്ട് കുറച്ച് സ്പെസിഫിക് സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയ ലൈക്ക് ലാക്ടോബാസിലസ് ബൾഗാരിക്കസും സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസും, ഈ രണ്ട് ബാക്ടീരിയാസിനെ നമ്മൾ ഇന്റൻഷനലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആണ് യോഗർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രെയിൻസ് ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ യോഗർട്ട് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിസ്റ്റിക് ടാങ്കി ഫ്ലേവറും അതുപോലെ ഒരു ക്രീമി ടെക്സ്ചറും ഉണ്ടാവും നമ്മുടെ കേർഡിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, നമ്മള് എക്സ്ട്രാ കൾച്ചേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് എക്സ്ട്രാ സ്ട്രെയിൻസ് ഓഫ് ബാക്ടീരിയനെ ആഡ് ചെയ്തുകൊണ്ട് ആ ഒരു ബാക്ടീരിയന്റെ പ്രോപ്പർട്ടി, ആ ഒരു ടാങ്കി ടേസ്റ്റും ഒരു ക്രീമി ടെക്സ്ചറും ഒക്കെ നമ്മുടെ യോഗർട്ടിന്. ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ പ്രിപ്പറേഷൻ റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ഇതുവരെ സാധിച്ചിട്ടില്ലേ? എങ്കിൽ ഐശ്വര്യത്തിന്റെ പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ തന്നെ ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിനൊപ്പം നിങ്ങൾക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ധാരാളം വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, ഫുൾ സിലബസ് ബേസ്ഡ് capsule notes and other study materials, doubt clearance and mentorship, 5000-ലധികം topic wise multiple choice questions with detailed explanation, 20ഓളം PSC മോഡൽ ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് നിങ്ങൾക്കും ഇന്ന് തന്നെ സ്വന്തമാക്കാം. ടെക് PSCയുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസിലൂടെ ടെക് PSC സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം. വെറും 1999 എന്ന നിസ്സാരമായ പ്രൈസിൽ. അപ്പോൾ അധികം വൈകാതെ ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. കേർഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാം കേർഡ് കുറച്ചും കൂടി ലൂസ് ടെക്സ്ചർ ആയിരിക്കും. നമ്മൾ യോഗർട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഫേം ആയിരിക്കും, ഒരു കസ്റ്റേർഡ് പോലെയൊക്കെ ഇരിക്കും നമ്മൾ യോഗർട്ട് വാങ്ങിക്കഴിഞ്ഞാൽ.
പക്ഷെ കേർഡ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ലൂസ് ആയിരിക്കും. അതുപോലെ തന്നെ മൈൽഡ് ഫ്ലേവർ ആയിരിക്കും കേർഡിന് ഉണ്ടാവുക. കാരണം അവിടെ കൺട്രോൾഡ് ഫെർമെന്റേഷനേ ഉള്ളൂ. അതിൽ ഓൾറെഡി പ്രസന്റ് ആയിട്ടുള്ള ബാക്ടീരിയ വെച്ചിട്ടാണ് നമ്മൾ ഫെർമെന്റേഷൻ ചെയ്യുന്നത്. സോ അവിടെ കൺട്രോൾഡ് ഫെർമെന്റേഷൻ ആണ് കേർഡിൽ വരുമ്പോൾ. പക്ഷെ യോഗേർട്ടിൽ അങ്ങനെയല്ല. യോഗേർട്ടിൽ ഇറ്റ് അണ്ടർഗോസ് മോർ നമ്പർ ഓഫ് സ്ട്രെയിൻസ് ഓഫ് ബാക്ടീരിയ. അതുകൊണ്ട് തന്നെ അവിടെ തിക്കും ഒരു കസ്റ്റേർഡ് ലൈക്ക് കൺസിസ്റ്റൻസിയും ടാങ്കി ടേസ്റ്റും ഒരു പ്രൊഡക്റ്റ് ആണ് യോഗേർട്ട് എന്ന് പറയുമ്പോൾ ഉണ്ടാവുക. ഓക്കെ, ഇത് രണ്ടും എക്സലന്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ, കാൽഷ്യം ആൻഡ് പ്രോബയോട്ടിക്സ് ആണ്. പക്ഷെ നമ്മൾ യോഗേർട്ട് നോക്കുകയാണെങ്കിൽ അതിലെ ബാക്ടീരിയ കൾച്ചേഴ്സ് മിൽക്കിലുള്ള ലാക്ടോസിനെ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുകയും അതുകൊണ്ട് തന്നെ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആളുകൾക്ക് കൂടുതലായിട്ടും ഈ യോഗേർട്ട് കൺസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം കൂടുതൽ സ്ട്രെയിൻസ് ഓഫ് ബാക്ടീരിയ ഉണ്ട്. അതുകൊണ്ട് ലാക്ടോസിന്റെ ബ്രേക്ക് ഡൗൺ എളുപ്പമായിരിക്കും. ഓക്കെ, ഈ ലാക്ടോസ് ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള കഴിവില്ലാത്തതിനാണ് നമ്മൾ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയാം. പക്ഷെ യോഗേർട്ട് ഇത്തരം എക്സ്ട്രാ സ്ട്രെയിൻസ് ഓഫ് ബാക്ടീരിയ ഉള്ളതുകൊണ്ട് ബെറ്റർ ആയിട്ട് നമുക്ക് ലാക്ടോസിന്റെ ഒക്കെ ഡൈജഷൻ നടക്കും. ഓക്കെ, and moreover yogurt it has got higher concentration of probiotic എന്ന് പറഞ്ഞാൽ essential bacterias കൂടുതലായിട്ടുള്ളത് യോഗേർട്ടിലാണ്. അതുകൊണ്ട് തന്നെ ബെനിഫിറ്റ് ഫോർ ഗട്ട് ഹെൽത്ത് കൂടുതലുള്ളതും എന്തിനാണ്? നമ്മുടെ യോഗേർട്ടിനാണ്. ഓക്കെ, ഇതൊരു ജനറൽ ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതാണ്. നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസും കൂടുതൽ കാര്യങ്ങളും നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ഡിഫറൻസിലേക്ക് വരുന്നതിനെക്കാട്ടും ഇപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഐഡിയ വെച്ചിട്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പൊ ബേസിക്കലി രണ്ട് ഐറ്റംസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇത് രണ്ടും രണ്ട് പ്രൊഡക്റ്റ് ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിൽ കേർഡ് എന്ന് പറയുന്നത് ലാക്ടിക് ആസിഡ് ബാക്ടീരിയ, മിൽക്കിൽ ഓൾറെഡി പ്രസന്റ് ആയിട്ടുള്ള ലാക്ടിക് ആസിഡ് ബാക്ടീരിയന്റെ ഫെർമെന്റേഷൻ വഴിയാണ് ഉണ്ടാക്കുന്നതെന്നും നമ്മുടെ യോഗേർട്ട് എന്ന് പറയുന്നത് നമ്മൾ എക്സ്ട്രാ രണ്ട് സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ബാക്ടീരിയാസിനെ ഫെർമെന്റേഷൻ വഴി ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ആണ് യോഗേർട്ട്. ഏത് രണ്ട് സ്ട്രെയിൻസിനാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ലാക്ടോബാസിലസ് വൾഗാരിക്കസ് അതുപോലെ സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസ്. ഈ രണ്ട് എക്സ്ട്രാ സ്ട്രെയിൻ വരുന്നത് കൊണ്ട് തന്നെ യോഗേർട്ടിന് കൂടുതൽ ടാങ്കി ഫ്ലേവറും അതുപോലെ ക്രീമി ടെക്സ്ചറും ഉണ്ടാവും കേർഡിനെക്കാട്ടിലും. കേർഡ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അതൊരു ലൂസ് ആയിട്ടുള്ള ടെക്സ്ചർ ആയിരിക്കും, കൂടുതൽ വാട്ടറി ആയിരിക്കും കേർഡ് എന്ന് പറയുന്നത്. പ്രോബയോട്ടിക് ഹെൽത്ത് നോക്കുകയാണെങ്കിൽ ലാക്ടോബാസിൽ നമ്മൾ എക്സ്ട്രാ സ്ട്രെയിൻസ് ആഡ് ചെയ്തതുകൊണ്ട് തന്നെ യോഗേർട്ടിന് കൂടുതലായിട്ട് പ്രോബയോട്ടിക് എഫക്ട് ഉണ്ട്. അതുപോലെ തന്നെ ലാക്ടോസിന് ബ്രേക്ക് ഡൗൺ ചെയ്യാനും ബെറ്റർ ആയിട്ട് പറ്റും. സോ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്കും യോഗേർട്ട് കൺസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്രയും ജസ്റ്റ് നമുക്ക് ബേസിക് ആയിട്ട് മനസ്സിലാക്കാം. ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ആസ് എൻ ഇൻട്രൊഡക്ഷൻ, ദഹി അല്ലെങ്കിൽ നമ്മുടെ കേർഡ് എന്ന് പറയുന്നത് നമുക്ക് ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട, നമുക്കറിയാം. അത് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഒറിജിനേറ്റ് ചെയ്ത ഒരു ഫെർമെന്റഡ് ഡയറി പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്ന ഒരു ഐറ്റം, ഒരു ഡയറി ഐറ്റം കൂടിയാണ് നമ്മുടെ കേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കൺസംഷൻ ഓഫ് ഫെർമെന്റഡ് മിൽക്ക് പ്രോഡക്റ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് സെവറൽ ടൈപ്പ് ഓഫ് ഹെൽത്ത് ബെനിഫിറ്റ്, പാർട്ട്ലി ബിക്കോസ് എന്തുകൊണ്ടാണ്? അതിൽ ലാക്ടിക് ആസിഡ് ബാക്ടീരിയാസ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ എൻഹാൻസ്മെന്റ്, ബ്ലഡ് പ്രഷറിന്റെ റിഡക്ഷന് വേണ്ടിയിട്ട്, ആന്റി ആന്ത്രോജനിക് എഫക്ട്, ആന്റി ഡയബറ്റിക് എഫക്ട്, ആന്റി കാർസിനോജനിക് എഫക്ട്, ആന്റി ഓക്സിഡേറ്റീവ് എഫക്ട് ആൻഡ് ഓൾസോ നമുക്കിത് ഒരുപാട് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ഡിസോർഡേഴ്സ് ഒക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡയറി പ്രോഡക്റ്റ് ആണ് കേർഡ് എന്ന് പറയുന്നത്. സോ ബഫലോ കേർഡ് അല്ലെങ്കിൽ കൗവിന്റെ കേർഡ്, ദിസ് ഇസ് എ ട്രഡീഷണൽ ആൻഡ് ന്യൂട്രീഷ്യസ് ഡയറി പ്രോഡക്റ്റ് which is prepared from dairy milk, അതായത് cow milk അല്ലെങ്കിൽ buffalo milk, which is also popular throughout the South Asian countries like India, Sri Lanka, Nepal, etc. Mostly clay pots are used as packaging material for buffalo curd. ഇതൊരു ട്രഡീഷണൽ കാര്യമാണ് പറയുന്നത്. പക്ഷെ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഒരുപാട് പാക്കേജിംഗ് മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ് കേർഡിന്. അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് ഈ ക്ലാസ്സിന്റെ ലാസ്റ്റിലേക്ക് മനസ്സിലാക്കാം. Now ഒരു ഡെഫിനേഷൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ curd and buffalo curd is obtained by curdling അല്ലെങ്കിൽ coagulating buffalo milk using microbial activity. In this process, lactose in the buffalo milk is converted to lactic acid using several microorganisms. Several microorganism species are involved in the fermentation. Like നമ്മുടെ കേർഡ് ഉണ്ടാക്കുന്നതിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്പീഷീസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. സ്ട്രെപ്റ്റോകോക്കസ് ലാക്റ്റിക്, സ്ട്രെപ്റ്റോകോക്കസ് ഡയസിറ്റിലാക്റ്റിസ്, Streptococcus cremoris, Lactobacillus vulgaricus, and Streptococcus thermophiles. Okay, these strains in the pair of DAHI is produced from heat-treated milk after inoculation with certain species of lactic acid bacteria added to milk in the form of starter culture. നമുക്കറിയാലോ, നമ്മുടെ വീടുകളിലൊക്കെ തന്നെ ഇങ്ങനെയാണ് നമ്മൾ തൈര് ഉണ്ടാക്കുന്നത് അല്ലെ. ഓൾറെഡി ഉള്ള ഒരു സ്റ്റാർട്ടർ കൾച്ചറിൽ നിന്ന്, ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ള ഒരു തൈരിൽ നിന്ന് നമ്മൾ ചെറിയൊരു പോർഷൻ അതൊരു സ്റ്റാർട്ടർ കൾച്ചർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇനോക്കുലം ആയിട്ട് എടുത്തിട്ട് നമ്മളത് ഫ്രഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച പാലിലേക്ക് നമ്മൾ ഈ ഒരു കൾച്ചർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക? അതിലുള്ള ലാക്ടിക് ആസിഡ് ബാക്ടീരിയാസ് they start to multiply, grow and produce lactic acid, acetic acid and carbon dioxide by utilizing the lactose present in milk. Okay, നമ്മൾ ഈ ഒരു സ്റ്റാർട്ടർ കൾച്ചർ ആഡ് ചെയ്യുമ്പോൾ അതിലുള്ള ലാക്ടിക് ആസിഡ് ബാക്ടീരിയാസ് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങും. എന്നിട്ട് അത് ലാക്ടിക് ആസിഡ് ഉണ്ടാക്കും, അതുപോലെ അസറ്റിക് ആസിഡ് ഉണ്ടാക്കും, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കും. ഓക്കെ, ആ മിൽക്കിലുള്ള ഷുഗർ ആയിട്ടുള്ള ലാക്ടോസിനെ കൺസ്യൂം ചെയ്തിട്ടാണ് ഈ പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് റിലീസ് ചെയ്ത് തരുന്നത്, ആര്? ലാക്ടിക് ആസിഡ് ബാക്ടീരിയ. ഓക്കെ, so some bacteria also use the citric acid of milk to produce certain volatile organic compounds. Mainly that's diacetyl, which is mainly responsible for the flavor of നമ്മുടെ ബാക്ടീരിയ എന്താണ് റിലീസ് ചെയ്യുന്നത്? ഡൈഅസറ്റൈൽ എന്ന് പറയുന്ന ഓർഗാനിക് കോമ്പൗണ്ട് റിലീസ് ചെയ്യും. ഈ ഡൈഅസറ്റൈൽ ആണ് ദഹിക്ക് ചെറിയൊരു മൈൽഡ് ഫ്ലേവർ കൊടുക്കുന്നത് ഈ ഡൈഅസറ്റൈൽ ആണ്. Judicious combination of acid producing and flavor producing microorganism in the starter culture will help in the production of dahi with the firm body and good flavor. നമുക്കറിയാം, നമ്മൾ എപ്പോഴും എടുക്കുന്ന കൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും നമുക്ക് കിട്ടുന്ന നമ്മൾ വീട്ടിൽ പറയുമ്പോൾ തന്നെ അറിയാണ് നമ്മൾ എന്ത് ക്വാളിറ്റി ഓഫ് ഇനോക്ലിയമാണ് ഇടുന്നത് അത് അതുപോലെ ഇരിക്കും നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. സോ നമ്മൾ എപ്പോഴും നല്ലൊരു കോമ്പിനേഷൻ ഓഫ് ഈ ഒരു ഇനോക്ലിയം അതുപോലെ നല്ല ഒരു ടെമ്പറേച്ചർ ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ dahi or curd എന്ന് പറയുന്നത് it is a semi solid product which is obtained from pasteurized or boiled milk by souring using harmless lactic acid or other bacterial culture. നമ്മൾ ഏതൊക്കെ ബാക്ടീരിയൽ കൾച്ചർ ആണെന്ന് കണ്ടു. ലാക്ടിക് ആസിഡ് ബാക്ടീരിയാസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫെർമെന്റേഷൻ യൂസ് ചെയ്യാൻ പറ്റിയ മൈക്രോ ഓർഗാനിസം ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. Streptococcus, Lactobacillus bulgaricus and Streptococcus thermophytes. Okay, ഒന്നുകൂടി നമുക്ക് യോഗ ഇവിടെ പഠിക്കാം. യോഗ നമ്മൾ യൂസ് ചെയ്യുന്നത് Lactobacillus bulgaricus അതുപോലെ തന്നെ Streptococcus thermophilus. ഇത് രണ്ടുമാണ് നമ്മൾ യോഗന് യൂസ് ചെയ്യുന്നത്. കേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, നൗ coming to the FSSR and BIS definition. FSSR കുറച്ച് കണ്ടീഷൻസ് പറയുന്നത് എത്ര ടോട്ടൽ പ്ലേറ്റ് കൗണ്ട് വേണം, എത്ര കോളിഫോം വേണം, എത്ര ഈക്വളൈ വേണം എന്നൊക്കെ പറയുന്ന ഒരു റെഗുലേഷൻ FSSR പറയുന്നുണ്ട്. അതുപോലെ തന്നെ BSIയും ലേ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു ന്യൂമറിക്കൽസ് അത്ര ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട, എന്നാലും ഒരു ടോട്ടൽ പ്ലേറ്റ് കൗണ്ട് എത്ര ആ ഒരു ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി വെച്ചേക്ക്. ചോദിച്ചതായിട്ടൊന്നും കണ്ടിട്ടില്ല, പക്ഷെ റെഗുലേഷൻസിൽ പറയുന്നതായതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, then other requirement FSSR പറയുന്നത് percentage of fat and SNF as a milk from which it is prepared. നമ്മൾ എടുത്ത ഒരു parent source ഉണ്ടാവും, അതിന്റെ അതേ fat and SNF combination ആയിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്ത് കേർഡ് ഉണ്ടാവുന്നത്. Okay, if no standards declared, then standard prescribed for the from buffalo milk shall apply. Okay, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല നമ്മളിലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബഫലോ മിൽക്കിന്റെ സ്റ്റാൻഡേർഡിൽ ഏതാണോ പറയുന്നത് അത് തന്നെയാണ് നമ്മുടെ കേർഡിന്റെ സ്റ്റാൻഡേർഡ് വരുന്നത്. ബഫലോ മിൽക്ക് 4.5 അല്ലെങ്കിൽ 5% ഫാറ്റ് 8% എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കണം നമ്മുടെ കേർഡിലും ഉണ്ടായിരിക്കേണ്ടത്. BIS പറയുന്നത് dahi shall conform to the requirement of milk fat and MSNF as laid down in FSSR 2011. Okay, ഈ ഒരു ടേബിൾ അത്ര ചോദിച്ചൊന്നും കണ്ടിട്ടില്ല, ഞാൻ കണ്ടതുകൊണ്ട് ആഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ. Now, ഇത് നിങ്ങൾ നോക്കണം. The product shall conform to the compositional specification provided in the table below. Whole milk dahi ആണെങ്കിൽ അതിൽ വാട്ടർ എന്ന് പറയുന്നത് 88 to 88% ആണ്. നമ്മൾ പറഞ്ഞു ദഹി കൂടുതൽ ഒരു ലൂസ് കൺസിസ്റ്റന്റ് ആണ്, അതിൽ ഒബ്വിയസ്ലി കൂടുതലുള്ളത് വാട്ടർ തന്നെയാണ്. ഒരു 85 to 88% വാട്ടർ ആണ് ഹോൾ മിൽക്ക് ദഹിയിൽ. സ്കിം മിൽക്ക് ദഹി നോക്കുകയാണെങ്കിൽ അതിലൊരു 90 to 91% ആണ് വാട്ടർ ഉള്ളത്. ഈ ഫാറ്റ് പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ ഹോൾ മിൽക്ക് ദഹിയിൽ 5 to 8% ഫാറ്റ് ആണ്. സ്കിം മിൽക്ക് ആണ്, അതിൽ ഫാറ്റ് റിമൂവ് ചെയ്തു, ഇപ്പം വളരെ കുറവേ ഫാറ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയാം. ഒരു 0.05 to 0.1% ഫാറ്റ് ആയിരിക്കും സ്കിം മിൽക്ക് ദഹിയിലുള്ളത്. പ്രോട്ടീൻ കണ്ടന്റ് നോക്കുകയാണെങ്കിൽ രണ്ടിലും ഏകദേശം ഒരേപോലെയാണ്. 3.2 to 3.4 ആണ് ഹോൾ മിൽക്ക് ദഹിയിലുള്ളത്. സ്കിം മിൽക്ക് ദഹിയിലാണ് 3.3 to 3.5% ആണ്. ലാക്ടോസ് കണ്ടന്റും ഏകദേശം സെയിം ആണ്. 4.6 to 5.2 ആണ് ഹോൾ മിൽക്ക് ദഹിയിൽ. 4.7 to 5.3 ആണ് സ്കിം മിൽക്ക് ദഹിയിൽ. ലാക്ടിക് ആസിഡ് നോക്കുകയാണെങ്കിൽ രണ്ടിലും നമ്മൾ ആയിരുന്നത് 0.5 to 1.1 ആണ് ലാക്ടിക് ആസിഡ് രണ്ടിലുള്ളത്. ആഷ് നോക്കുകയാണെങ്കിൽ അതും സെയിം ആണ്, 0.7 to 0.75. അപ്പൊ ജസ്റ്റ് ഇതൊന്ന് കമ്പയർ ചെയ്തിട്ട് ഹോൾ മിൽക്ക് ദഹിയും സ്കിം മിൽക്ക് ദഹിയും, ഇപ്പൊ നമുക്ക് ആ ഒരു ടേം തന്നെ ഹോൾ മിൽക്ക് ആണെങ്കിൽ എത്ര വാട്ടർ ഉണ്ടാവും,
സ്കിം മിൽക്കിലാണ് എത്ര ഉണ്ടാവും, അതിന്റെ ഫാറ്റ് ഒക്കെ നമുക്ക് ഏകദേശം നമുക്ക് ആ ഒരു സ്കിം മിൽക്ക് എന്താണെന്നും ഹോൾ മിൽക്ക് എന്താണെന്നൊക്കെ അറിഞ്ഞാലും നമുക്ക് ഏകദേശം പഠിക്കാൻ എളുപ്പമാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് പഠിക്കുക. Now let us see the FSSR definition. FSSR put forward ചെയ്തിട്ടുള്ള definition എന്താന്ന് നോക്കാം. DAHI or CURD means the product obtained from pasteurized or boiled milk by souring natural or otherwise by a harmless lactic acid culture or other harmless bacterial culture may also be used in conjunction with lactic acid bacteria cultures for souring. Okay, നമുക്ക് അപ്പൊ നമ്മൾ കണ്ടു ഏതൊക്കെയാണ് ഹാർംലെസ് ആയിട്ടുള്ള ബാക്ടീരിയൽ കൾച്ചേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി എന്താണ് അവർ പറയുന്നത്? DAHI shall have the same minimum fat percentage and SNF as the milk from which it is prepared. അത് നമ്മൾ പറഞ്ഞു. FSSR പറയുന്നത് നമ്മുടെ പാരന്റ് സോഴ്സിന്റെ അതേ SNF അതുപോലെ തന്നെ ഫാറ്റ് പെർസെന്റേജ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കേർഡ് എന്നുള്ളതും നമ്മൾ പഠിച്ചു. ഇനിയുള്ള പോയിന്റ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. In household, the milk is boiled, cooled to room temperature and inoculated with 0.5 to 1% starter. Okay, നമ്മൾ ആഡ് ചെയ്യേണ്ടത് എപ്പോഴും 0.5 to 1% ആണ് നമ്മൾ സ്റ്റാർട്ടർ ആഡ് ചെയ്തത്. നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താണ്? പ്രീവിയസ് ഡേയ്സ് ദഹി അല്ലെങ്കിൽ ബട്ടർ മിൽക്ക് ആണ് നമ്മൾ ആഡ് ചെയ്യുന്ന സ്റ്റാർട്ടർ കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഹൗസ് ഹോൾഡിൽ നമ്മൾ ചെയ്യുമ്പോൾ തലേ ദിവസത്തെ കേർഡ് അല്ലെങ്കിൽ ബട്ടർ മിൽക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കൾച്ചർ ചെയ്യുന്നത്. എത്ര നമ്മൾ ആഡ് ചെയ്യണം? സ്റ്റാർട്ടർ കൾച്ചർ 0.5 to 1% ആണ് ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ ഇൻക്യുബേറ്റ് ചെയ്യണം. അതായത് അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് നമ്മൾ അതിനെ ഇളക്കാനൊന്നും പാടില്ല, ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇളക്കാനോ തുറന്നു നോക്കാനൊന്നും പാടില്ല. നമ്മൾ അത് ഇൻക്യുബേറ്റ് ചെയ്യണം. യു ഷുഡ് കീപ് ഇറ്റ് അൺഡിസ്റ്റർബ്ഡ് ഫോർ സെറ്റിംഗ് ഫോർ അബൌട്ട് ഓവർനൈറ്റ്. ഓക്കെ, അങ്ങനെ ഈ ഒരു 0.5% അല്ലെങ്കിൽ 1% സ്റ്റാർട്ടർ നമ്മളൊരു നല്ല സോഴ്സ് ഓഫ് ദഹിന്നോ ബട്ടർ മിൽക്കിന്നോ എടുത്തിട്ടുള്ളത് നമ്മുടെ ഹീറ്റഡ് അല്ലെങ്കിൽ ബോയിൽഡ് മിൽക്കിലേക്ക്, ഹീറ്റഡ് അല്ലാട്ടോ ബോയിൽഡ് മിൽക്കിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഓവർനൈറ്റ് അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് വെക്കുക. പിറ്റേ ദിവസത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഫ്രഷ്ലി പ്രിപ്പയർഡ് കേർഡ് കിട്ടും. Okay, in cold weather, the dahi setting vessel is usually wrapped up with woolen cloth to maintain appropriate temperature. In confectionery shop, the method employed for preparation of dahi is more or less same, except that the milk is concentrated in an open pan before inoculation, and usually dahi is set in an earthenware. അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല. ഇനിയാണ് നമ്മളൊരു മാനുഫാക്ചറിംഗ് ഓഫ് ദഹി, എങ്ങനെയാണ് ദഹി പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ലെറ്റ് us see. ഫസ്റ്റ്, റിസീവിംഗ് മിൽക്ക്. ഓക്കെ, നമ്മൾ ആസ് യൂഷ്വൽ നമുക്കറിയാം മിൽക്ക് റിസീവ് ചെയ്യേണ്ട കാര്യങ്ങളും റിസീവിംഗ് ഡോക്കിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ റിസീവ് ചെയ്ത മിൽക്കിനെ നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യണം. ഓക്കെ, പ്രീ ഹീറ്റ് ചെയ്യുക. 35 to 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് പ്രീ ഹീറ്റ് ചെയ്യാം. അതേ ടെമ്പറേച്ചറിൽ നമുക്ക് ഫിൽട്രേഷൻ ക്ലാരിഫിക്കേഷൻ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. സ്റ്റാൻഡർഡൈസ് ചെയ്യുക യൂഷ്വലി 2.5 to 3% ഫാറ്റ് അതുപോലെ 10% SNF എന്നുള്ള രീതിയിലാണ് സ്റ്റാൻഡർഡൈസ് ചെയ്യുക. വീണ്ടും നമ്മൾ അതിനെ പ്രീ ഹീറ്റ് ചെയ്യണം ഒരു 60 ഡിഗ്രി സെൽഷ്യസിലേക്ക്. ഇപ്പൊ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യുന്നത് ഹോമോജനൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹോമോജനൈസേഷൻ നമുക്ക് സിംഗിൾ സ്റ്റേജ് മതി. 2500 PSI നമ്മൾ ഹോമോജനൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പാസ്ചറൈസ് ചെയ്യാം. പാസ്ചറൈസ് ചെയ്യാൻ 80 to 90 ഡിഗ്രി സെൽഷ്യസ് 15 to 30 മിനിറ്റ്സ് നമ്മൾ ഹീറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ 22 to 25 ഡിഗ്രി സെൽഷ്യസ് കൂൾ ചെയ്തെടുക്കുക. എന്നിട്ടാണ് നമ്മൾ ഇനോക്കുലേഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടർ കൾച്ചർ അത് നമ്മൾ ആഡ് ചെയ്യുന്നത് 0.5% ആണ്. മിനിമം ആയിട്ട് 0.5%. ചില ബുക്സിൽ 2.5 വരെയൊക്കെ പറയും. ഓക്കെ, 0.5% നമ്മൾ സ്റ്റാർട്ടർ കൾച്ചർ ആഡ് ചെയ്തു. നിങ്ങൾ റേഞ്ച് പഠിക്കുക. ഒരു 1.5. ഓക്കെ, 0.5 to 1.5 എന്നുള്ള റേഞ്ച് പഠിക്കുക. അത്രയുമാണ് നമ്മൾ സ്റ്റാർട്ടർ കൾച്ചർ അല്ലെങ്കിൽ ഇനോക്കുലേഷൻ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മൾ പാക്കേജിങ് ചെയ്യും. അതിനെ നമുക്ക് പ്രോപ്പർ സീലൊക്കെ കൊടുത്ത് പാക്ക് ചെയ്ത ശേഷം നമ്മൾ ഇൻക്യുബേഷന് വെക്കും. ഇൻക്യുബേഷൻ നമ്മൾ വെക്കുന്നത് എത്രയാണ്? ഓവർനൈറ്റ് ആണ് നമ്മൾ ഹൗസ് ഹോൾഡിൽ പറഞ്ഞത്. നമ്മൾ ആസ് എ ഇൻഡസ്ട്രിയൽ മെത്തേഡ് അല്ലെങ്കിൽ ഒരു ലാർജ് സ്കെയിലൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ 22 to 25 ഡിഗ്രി സെൽഷ്യസ് 16 to 18 അവേഴ്സ് ആണ് ഇൻക്യുബേഷൻ വെക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ദഹി കിട്ടും. ദെൻ നമുക്ക് അതിനെ കൂൾ ചെയ്ത് 5 ഡിഗ്രി സെൽഷ്യസിൽ സ്റ്റോർ ചെയ്യാം. ഈ ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, എന്തൊക്കെ പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്? ആദ്യം മിൽക്കിനെ റിസീവ് ചെയ്യുന്നു, പ്രീ ഹീറ്റ് ചെയ്യുന്നു, അതിനെ ഫിൽട്രേഷനും ക്ലാരിഫിക്കേഷനും ചെയ്യുന്നു, സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നുണ്ട്, പിന്നെ പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഹോമോജനൈസ് ചെയ്യുന്നു. സിംഗിൾ സ്റ്റേജിൽ 2500 PSI ലാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിനെ പാസ്ചറൈസേഷന് കൊണ്ടുപോകും. 80 to 90 ഡിഗ്രി സെൽഷ്യസ് 15 to 30 മിനിറ്റ്സ് ആണ് ചെയ്യുക. ദെൻ നമ്മൾ അതിനെ കൂൾ ചെയ്യും 22 to 25 ഡിഗ്രി സെൽഷ്യസിലേക്ക്. കൂൾ ആയിട്ടുള്ള മിൽക്കിലേക്കാണ് നമ്മൾ ഇനോക്കുലേഷൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 0.5% അല്ലെങ്കിൽ മാക്സിമം 1.5% സ്റ്റാർട്ടർ കൾച്ചർ ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ പ്രോപ്പർലി പാക്ക് ചെയ്ത ശേഷം നമ്മൾ അതിനെ ഇൻക്യുബേറ്റ് ചെയ്യാൻ വേണ്ടി അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് ഒരു 22 to 25 ഡിഗ്രി സെൽഷ്യസ് 16 തൊട്ട് 18 മണിക്കൂർ വരെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദഹി കിട്ടും.
which can be cooled and stored at 5 degrees Celsius. ഇതിലെല്ലാ പ്രോസസ്സും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയത്. നിങ്ങൾക്കൊക്കെ അറിയാം ഇതിൽ എന്താണ് സ്റ്റാൻഡർഡൈസേഷനും ഫിൽട്രേഷനും ഹോമോജനൈസേഷനും പാസ്ചറൈസേഷനും ഒക്കെ നിങ്ങൾക്ക് പറയാം. ആകെ നമ്മൾ ഇതിലേക്ക് പുതിയതായിട്ട് ചെയ്യുന്നത് ഒരു ഇനോക്കുലേഷൻ എന്നുള്ള പ്രോസസ്സ്, അതുപോലെ ഇൻക്യുബേഷൻ ആണ്. ഇനോക്കുലേഷന്റെ കാര്യങ്ങളും സ്റ്റാർട്ടർ കൾച്ചർ എന്താണെന്നുള്ളതും എത്ര ആഡ് ചെയ്യണം എന്നുള്ളതും അതുപോലെ എത്ര സമയം നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യണം എന്നുള്ളതും അതിന് കൊടുക്കേണ്ട ടെമ്പറേച്ചറും ടൈമും ഒക്കെ നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ മാനുഫാക്ചർ ഓഫ് ദഹിയിൽ പഠിക്കാനായിട്ടുള്ളത്. സോ ഈ സെയിം കാര്യങ്ങളാണ് അതിൽ കുറച്ച് 1-2 പോയിന്റ്സ് ആഡ് ചെയ്യാനുള്ളതുണ്ട്. നമുക്ക് നോക്കിയിട്ട് പോവാം. സോ ഫ്രഷ് സ്വീറ്റ് ഗുഡ് ക്വാളിറ്റി മിൽക്ക് ഇസ് റിസീവ്ഡ് preheated to 35 to 40 degrees Celsius and subjected to filtration or clarification. It is then standardized to 2.5 to 3% fat and 10% SNF, preheated to 60 degrees Celsius and homogenized single stage at a pressure of 176 kg per square centimeter. അല്ലെങ്കിൽ നമ്മൾ 2500 PSI എന്ന് പഠിക്കാം. Then the milk is രണ്ടും പഠിച്ചു വെക്കുക കേട്ടോ. സാധാരണ എപ്പോഴും പറയാറ് ഹോമോജനൈസേഷൻ PSI-ലാണ്, എന്നാലും ഈ ഒരു പ്രഷർ കൂടി പഠിച്ചു വെക്കുക. Then മിൽക്കിനെ നമ്മൾ പാസ്ചറൈസ് ചെയ്യും 80 to 90 degrees Celsius 15 to 30 minutes. നമ്മൾ അതിനെ 22 to 25 degrees Celsiusലേക്ക് കൂൾ ചെയ്യും, ഇനോക്കുലേറ്റ് ചെയ്യും. കണ്ടോ ചില സ്ഥലത്ത് ഒരു 3% എന്നൊക്കെ കാണാം. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരു 0.5 to 2.5 മാക്സിമം 3. ഓക്കെ, 3 ഒന്നും സാധാരണ അങ്ങനെ കാണാറില്ല. നിങ്ങളൊരു 0.5 to 2.5 എന്നുള്ള റേഞ്ച് എന്തായാലും ഓർത്ത് വെക്കുക. ഓക്കെ, അതിലും കൂടുതൽ ഇല്ല, മാക്സിമം പോയി കഴിഞ്ഞാൽ 3% കാണുള്ളൂ. എന്നാലും ഈ ഒരു റേഞ്ച് പഠിച്ചു വെക്കുക. ഓരോ ബുക്കിലും ഓരോ പോലെയാണ്. ഇത് ഞാൻ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇതിന്ന് എടുത്തതാണ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇതായിരിക്കും. നിങ്ങൾ 0.5% to 2.5 പഠിച്ചാൽ മതി. സ്റ്റേറ്റ് ഗവൺമെന്റ് ബുക്സിലൊക്കെ അതാണ് കാണാറ്. ഇതൊക്കെ കുറച്ചും കൂടി ഫോറിൻ ടെക്സ്റ്റിലൊക്കെയാണ് 3% വരെ എന്നൊക്കെ കാണിക്കാം. എന്നാലും നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഐഡിയ വെച്ചേക്ക് നിങ്ങൾ. Then it is then filled in suitable containers like glass bottles or plastic cup അല്ലെങ്കിൽ pouches-ലോ നമ്മൾ ഫിൽ ചെയ്ത് വെക്കും. എന്നിട്ട് ഇൻക്യുബേറ്റ് ചെയ്യും 22 to 25 degrees Celsius 16 to 18 hours. ആ കണ്ടെയ്നേഴ്സിന്റെ കാര്യം അതുപോലെ പാക്കേജിംഗ് മെറ്റീരിയൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ അത് പാക്ക് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയാൽ മതി. ദെൻ നമ്മൾ അസിഡിറ്റി എത്ര ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. അസിഡിറ്റി ഓഫ് കേർഡ് എന്ന് പറയുന്നത് 0.6 to 0.7% ലാക്റ്റിക് ആസിഡ് ആണ് അതിന്റെ ഒരു ടൈട്രേറ്റബിൾ അസിഡിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഫേം കേർഡ് ഫേം ആയിട്ടുള്ള കേർഡ് ഫോം ചെയ്യും ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ അതിനെ സ്റ്റോർ ചെയ്യേണ്ടത് ആസ് യൂഷ്വൽ നമ്മുടെ 5 degrees Celsius ടെമ്പറേച്ചറിലാണ് ഇൻ എ കോൾഡ് റൂം. ഇതാണ് ഒരു ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ഫ്ലോ ഡയഗ്രാം ഓഫ് മാനുഫാക്ചറിങ് ദഹി എന്ന് പറയുന്നത്. ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് തന്നെയാണ് ഇവിടെ. പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്യാട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു പോകും. റോ മിൽക്ക് റിസെപ്ഷൻ, ഫിൽട്രേഷൻ, ചില്ലിംഗ്, സ്റ്റാൻഡർഡൈസേഷൻ ഒക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഹോമോജനൈസേഷൻ, ഇനോക്കുലേഷൻ ആൻഡ് കൾച്ചർ അഡീഷൻ മാത്രം ഒന്ന് നോക്കാം. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം നമ്മൾ മിൽക്ക് റിസീവ് ചെയ്ത് ഫിൽറ്ററും ക്ലാരിഫിക്കേഷനും സ്റ്റാൻഡർഡൈസേഷനും ഹോമോജനൈസേഷനും പാസ്ചറൈസേഷനും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ പുതിയതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇനോക്കുലേഷൻ ആൻഡ് കൾച്ചർ അഡീഷൻ ആണ്. അതൊന്ന് നോക്കാം. നമ്മൾ എന്താ ചെയ്യുന്നത്, ഇങ്ങനെ പാസ്ചറൈസ് ചെയ്ത് കിട്ടുന്ന മിൽക്കിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ് ഒരു ഇനോക്കുലേഷൻ ടാങ്കിലേക്ക് ത്രൂ എ പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ സഹായത്തിലാണ്. നമ്മുടെ പാസ്ചറൈസേഷൻ ഒക്കെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ സഹായത്തിലാണ് നമ്മൾ നടത്തുന്നത്. അങ്ങനെ നമ്മൾ ഇത് ഇനോക്കുലേഷനും എത്തിച്ചു. അവിടെ ഒരു 42 degrees Celsiusലേക്ക് പ്രീ ഹീറ്റ് ചെയ്ത മിൽക്കിനെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ അതിനെ കൂൾ ചെയ്തിട്ട് അതിലേക്ക് സ്റ്റാർട്ടർ കൾച്ചർ ആഡ് ചെയ്യാണ്. നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാം, ലാക്ടോകോക്കസ് ലാക്ടസ് ആഡ് ചെയ്യാം, ക്രിമോൾസ് ആഡ് ചെയ്യാം, ഡയസിറ്റി ലാക്ടസ് ആഡ് ചെയ്യാം, ല്യൂക്കോണോസ്റ്റാക്ക് ആഡ് ചെയ്യാം, ലാക്ടോബാസിലസ് സ്പീഷീസ് ആഡ് ചെയ്യാം, സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസ്. ഇതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞു എന്തൊക്കെ ആഡ് ചെയ്യാന്നുള്ളത്. അതേ കാര്യം തന്നെയാണ് ഇനോക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ടർ കൾച്ചർ ആഡ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. സ്റ്റാർട്ടർ കൾച്ചർ അഡീഷൻ ആണ് ഏറ്റവും ക്രൂഷ്യൽ കോമ്പണന്റ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഹൈ ക്വാളിറ്റി ഫെർമെന്റഡ് മിൽക്ക്. നമ്മൾ കേർഡ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടും ക്ലീൻ ആയിട്ടും ഹൈജീനിക് ആയിട്ടും ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സ്റ്റാർട്ടർ കൾച്ചർ എഡീഷൻ ആണ്. ഈ ഒരു സ്റ്റാർട്ടർ കൾച്ചർ എഡീഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് കിട്ടുന്ന കേർഡിന്റെ അല്ലെങ്കിൽ ഗീന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ മീസോഫിലിക് സ്റ്റാർട്ടേഴ്സ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ 20 to 30 degrees Celsius. തെർമോഫിലിക് സ്റ്റാർട്ടേഴ്സ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 37 to 45 degrees Celsius ആണ് ഇൻക്യുബേഷൻ ആയിട്ട് വെക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞ് സംഭവങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഫില്ല് ചെയ്ത് സീൽ ചെയ്ത് സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ ഇത് ഒരു എന്താ പറയുക നിഫ്റ്റം എന്ന് പറഞ്ഞുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ബുക്സ് എടുത്തതാണ് ഞാൻ ഈ സ്ലൈഡ്സ്. നമുക്ക് കേരള PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഞാൻ കണ്ടതുകൊണ്ട് ജസ്റ്റ് ആഡ് ചെയ്തതാണ്. നിങ്ങൾ പഠിക്കേണ്ടത് കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടും അതുപോലെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഈ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വായിച്ചു പോകാം. കണ്ടപ്പോ ആഡ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, സോ നൗ ഇങ്ങനെയാണ് നമുക്ക് അങ്ങനെ കേർഡ് അല്ലെങ്കിൽ ദഹി നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്തു.
ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിന്റെ ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്, അതുപോലെ കുറച്ച് ഡിഫക്റ്റും കാര്യങ്ങളാണ്. എന്തൊക്കെ ഡിഫക്റ്റ് ആണ് ദഹിയിലുള്ളത്, അതുപോലെ നമ്മൾ ഇതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോറേജ് അതിനുള്ള കണ്ടീഷൻസ് എന്താണെന്ന് നിങ്ങൾക്കും കൂടി നോക്കിക്കഴിഞ്ഞാൽ ദഹി ഫിനിഷ് ആയി. ഓക്കെ, സോ എന്തൊക്കെയാണ് ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ദഹി? ഞാൻ ഭയങ്കര സ്പീഡിൽ പോകുന്നുണ്ടോ? ഞാൻ ഒറ്റ ക്ലാസ്സിൽ തന്നെ ഈ ഒരു ദഹി ആൻഡ് യോഗട്ട് കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചിട്ടാണ്. കാരണം 2 ക്ലാസ്സിലേക്കൊക്കെ ആക്കി വലിച്ചു നീട്ടാൻ മാത്രം ഒന്നും ഇല്ല. ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു ക്ലാസ്സിൽ തന്നെ കൺക്ലൂഡ് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ട്. എപ്പോഴെങ്കിലും സ്പീഡ് കുറയ്ക്കണമെന്നോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിലോ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടോ? കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നമുക്കിനി ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ദഹി നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് ഒരു ഗുഡ് ക്വാളിറ്റി കേർഡിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് കാര്യം, മെയിൻ ആയിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ഒരു പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നോട്ട് ചെയ്യുന്നതാണ് അതിന്റെ കളർ ആൻഡ് അപ്പിയറൻസ്. ഓക്കെ, എപ്പോഴും എന്താ, നമുക്ക് എന്തൊരു പ്രോഡക്റ്റ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് അത് വാങ്ങിക്കാൻ തോന്നണമെങ്കിൽ അതെപ്പോഴും നല്ല ക്വാളിറ്റി ആയിട്ട് നമുക്ക് തോന്നണം. അതിനെന്താ ഫസ്റ്റ് കാര്യം നമ്മൾ നോക്കുക അതിന്റെ അപ്പിയറൻസ് ആണ് അല്ലെ. നല്ല ക്വാളിറ്റി, ഒരു പ്ലീസിംഗ് ആയിട്ടുള്ള കളർ ഉണ്ടോ, നമുക്കൊരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടോ, അതിൽ എന്താ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു കേർഡ് ഉള്ള പോലെയോ അല്ലെങ്കിൽ ഒരു ഇംപ്യൂരിറ്റീസ് ഒക്കെ ഉള്ള പോലെയോ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങില്ല. അപ്പൊ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ നോക്കുന്ന കാര്യമാണ് അതിന്റെ കളർ ആൻഡ് അപ്പിയറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നല്ല ക്വാളിറ്റി ദഹി ആണെങ്കിൽ അതിനൊരു ക്രീമിഷ് യെല്ലോ ടു ഒരു ക്രീമിഷ് വൈറ്റ് കളർ ഒക്കെയാണ് ഉണ്ടാവുക. അതുപോലെ അതിലൊരു തരത്തിലുള്ള ബ്രൗണിങ്ങോ അല്ലെങ്കിൽ ഇംപ്യൂരിറ്റീസ് ഇങ്ങനെ മുകളിൽ ലെയർ ആയിട്ട് നിൽക്കാനോ ഒന്നും പാടില്ല. പിന്നെ അതിനൊരു സ്മൂത്ത് ആയിട്ടുള്ള എന്താ പറയാ, നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയാ ക്രീമി ആയിട്ട് ഒരു സ്മൂത്ത് അപ്പിയറൻസ്, അതുപോലെ ഒരു ഗ്ലോസി ഫിനിഷ് ഒക്കെ അതിലുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അത് ഭയങ്കര എന്താ പറയാ ഭയങ്കര അപ്പീലിംഗ് ആയിട്ട് തോന്നും. അതുപോലെ വെള്ളം ഒന്നിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ് നമ്മൾ എപ്പോഴും ഒരു നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കേർഡായിട്ട് നമ്മൾ തന്നെ ഫിക്സ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ തന്നെയാണ് അതിന്റെ കളർ ആൻഡ് അപ്പിയറൻസ് അങ്ങനെ തന്നെ ആയിരിക്കണം. ഓക്കെ, ഇറ്റ് ഷുഡ് ബി പ്ലീസിംഗ്, attractive and uniform without showing any signs of visible foreign matter. ഓക്കെ, മുകളിൽ ഇങ്ങനെ ഫോറിൻ മാറ്റേഴ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ യൂണിഫോം ആയിട്ടുള്ള ഒരു കളർ ആയിരിക്കണം. ഒരു സ്ഥലത്ത് ഒരു കളർ, ഒരു സ്ഥലത്ത് ഒരു കളർ, കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ പാട കെട്ടി നിൽക്കുക, അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. യൂണിഫോം ആയിരിക്കണം. ഓക്കെ, the color of dahi ranges from creamish yellow for cow to creamish white for buffalo milk. നമുക്കറിയാം കൂടുതൽ യെല്ലോ വൈറ്റ് ഇൻ കളർ ബഫലോ മിൽക്ക് ആണ്. അപ്പോൾ ബഫലോ മിൽക്ക് ഉണ്ടാക്കുന്ന കേർഡിനും കൂടുതൽ ഒരു വൈറ്റ് ക്രീമി വൈറ്റ് കളർ ആയിരിക്കും. അതുപോലെ കൗ മിൽക്ക് ഉണ്ടാക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടി ഒരു ക്രീമിഷ് യെല്ലോ കളർ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ബ്രൗണിങ്. Then it should have smooth and glossy surface without the appearance of any free whey on the top. Okay, മുകളിൽ അങ്ങനെ ഫ്രീ വേ ഒന്നും ലിക്വിഡ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാനൊന്നും പാടില്ല. അതൊക്കെയാണ് അപ്പൊ കളർ ആൻഡ് അപ്പിയറൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് അത് ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക് ഗുഡ് ക്വാളിറ്റി ദഹിന്ന് നമ്മൾ ഫിക്സ് ചെയ്തത് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ്. Now moving on to flavor. Flavor are the most important quality attribute of a dairy product. അല്ലെങ്കിൽ in case of dahi പറയുകയാണെങ്കിലും ഫ്ലേവർ ആണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വാളിറ്റി ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയുള്ളതായിരിക്കണം ഒരു ഗുഡ് ഫ്ലേവേർഡ് ദഹി എന്ന് പറയുന്നത്? ഇറ്റ് ഷുഡ് ഹാവ് എ പ്ലസന്റ് സ്വീറ്റിഷ് അരോമ ആൻഡ് മൈൽഡ് ക്ലീൻ ആസിഡ് ടേസ്റ്റ് ആർ ലുക്ക് ഫോർ ഇൻ ദിസ് പ്രോഡക്റ്റ്. ഓക്കെ, ഒരു സ്വീറ്റിഷ് അതുപോലെ തന്നെ ഒരു ചെറിയ ആസിഡിക് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ മൈൽഡ് ക്ലീൻ ആസിഡ് ടേസ്റ്റ് ഉണ്ടാവണം. ഒരുപാട് പുളിപ്പം അല്ലെങ്കിൽ ഒരുപാട് എന്താ സ്വീറ്റും ആയിരിക്കരുത്. ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു പ്ലസന്റ് ആയിട്ടുള്ള സ്വീറ്റിഷ് അരോമ, അതുപോലെ ഒരു മൈൽഡ് ക്ലീൻ ആസിഡ് ടേസ്റ്റും ആയിരിക്കണം കേർഡ് ഉണ്ടാവേണ്ടത്. ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം എനി കൈൻഡ് ഓഫ് ഫ്ലേവർ. അതുപോലെ തന്നെ ഗുഡ് പ്ലസന്റ് ഡൈഅസറ്റൈൽ ഫ്ലേവർ ഇസ് ഡിസൈർഡ് ഇൻ ദഹി. ഓക്കെ, നമ്മൾ പറഞ്ഞു ചെറിയ amount ഓഫ് വൈറ്റമിൻ സി അല്ലെങ്കിൽ സിട്രിക് ആസിഡ് ഉണ്ട്. അതിന്റെ ഫെർമെന്റേഷൻ കാരണമാണ് ഡൈഅസറ്റൈൽ ഫ്ലേവർ വരുന്നത്. ഒരു ചെറിയ പ്ലസന്റ് ആയിട്ടുള്ള ഗുഡ് പ്ലസന്റ് ആയിട്ടുള്ള ഡൈഅസറ്റൈൽ ഫ്ലേവർ എപ്പോഴും ദഹിയിൽ ഡിസൈർഡ് ആണ്. ഓക്കെ, സ്കിം മിൽക്ക് ദഹി ലാക്സ് ദ നാച്ചുറൽ റിച്ച് ഫ്ലേവർ ഓഫ് ഫാറ്റ്. ഓക്കെ, ഫാറ്റ് റിമൂവ് ആയിട്ടുള്ള മിൽക്ക് അല്ലെങ്കിൽ സ്കിം മിൽക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ദഹിയിൽ ഈ ഒരു ഫാറ്റ് ഫ്ലേവർ ഉണ്ടാവില്ല. And it should not show any sign of, നമ്മുടെ ദഹി should not show any sign of bitterness, saltiness or other flavor. അത്രയും കാര്യങ്ങളാണ് അതിന്റെ ഫ്ലേവർ റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. Then we have body and texture. Good dahi is weak gel-like junket when whole milk is used. Okay, നമ്മൾ whole milk ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗുഡ് ദഹി എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി വീക്ക്, അതായത് എന്താ പറയാ ഭയങ്കര സ്ട്രോങ് ആയിരിക്കരുത്. ഒരു ജെല്ലി ലൈക്ക് കൺസിസ്റ്റൻസി ഉള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു കസ്റ്റേർഡ് ലൈക്ക് കൺസിസ്റ്റൻസി ഉള്ള ജെൽ ലൈക്ക് മോഡൽ ആയിരിക്കണം നമ്മുടെ ഒരു ഗുഡ് ക്വാളിറ്റി ദഹി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഹാസ് എ ക്രീമി ലെയർ ഓൺ ടോപ്പ്, the rest being made of homogeneous body of curd. ഓക്കെ, മേലൊരു ക്രീമി ലെയർ ഉണ്ടാവും. നമ്മൾ എപ്പോഴും സ്കൂപ്പ് ചെയ്ത് എടുക്കുമ്പോൾ കണ്ടില്ലേ, ഒരു മേലത്തെ ലെയർ കഴിഞ്ഞാൽ പിന്നെ അത് ഒരു എന്താ പറയാ
മേലത്തൊരു ലെയർ പോലെ ആയിരിക്കില്ല അതിന്റെ താഴത്തേക്കുള്ള ലെയർ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും ഒരു സ്കൂപ്പ് ഒക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം മേലെ എപ്പോഴും ഒരു ക്രീമി ആയിട്ടുള്ള ആ ഒരു ഫാറ്റ് ലെയർ ആയിരിക്കും മേലെ ഉണ്ടാവുക. അത് കുറച്ചും കൂടി നല്ല ക്രീമി ആയിരിക്കും. പിന്നെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, അതൊരു ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു കേർഡിന്റെ ബോഡി എന്ന് പറയും. ഓക്കെ, പിന്നെ ഉണ്ടാവുക ആ ഒരു കേർഡ് ബോഡിയാണ്. ഓക്കെ, മേലെ ഒരു ക്രീമി ലെയർ ഉണ്ടാവും, അതുപോലെ താഴേക്ക് ഒരു കേർഡിന്റെ ഹോമോജീനിയസ് ലെയറും ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, മേലെ ക്രീമും പിന്നെ ഉള്ളോട്ടേക്ക് കേർഡിന്റെ ബോഡി. ഓക്കെ, ദ സർഫസ് ഷുഡ് ബി സ്മൂത്ത്. ഓക്കെ, മേലെ സർഫസിൽ എന്താണുള്ളത്, ക്രീമാണ്, അതുകൊണ്ട് തന്നെ ഇറ്റ് ഷുഡ് ബി സ്മൂത്ത് ആൻഡ് ഗ്ലോസി while the cut surface is trim and free from crack and gas bubble. അത് ഒരു തരത്തിലുള്ള ഗ്യാസ് ബബിൾസോ അതുപോലെ ക്രാക്സോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള സർഫസ് വളരെ ക്ലീനും സ്മൂത്തും ക്രാക്ക് ഫ്രീയും അതുപോലെ തന്നെ ബബിൾസ് ഒന്നും ഇല്ലാത്തതും ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു അപ്പിയറൻസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മള് ജനറലി നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് നിങ്ങൾ ഓർത്താൽ മതി. ഇനി അസിഡിറ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞു അസിഡിറ്റി എന്ന് പറയുന്നത് ഒരു 0.7 to 0.8 അല്ലെങ്കിൽ 0.75 to 0.85 ആ ഒരു പെർസെന്റേജ് ആണ് നമ്മുടെ അസിഡിറ്റി വരുന്നത്. ഓക്കെ, ഫോർ ഗുഡ് ക്വാളിറ്റി ദഹി. എക്സസീവ് അസിഡിറ്റി ഉണ്ടെങ്കിൽ ആ ഒരു ദഹിക്ക് ബിറ്റർ ബൈറ്റിംഗ് സാർ ടേസ്റ്റ്, ഒരു പുളിപ്പ് കൂടുതലുള്ള ഒരു ടേസ്റ്റ് ആവും. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ആ ഒരു റേഞ്ച് നമ്മൾ പറഞ്ഞ ഒരു 0.75 to 0.85% മാത്രമേ അസിഡിറ്റി ഉണ്ടാവാൻ പാടുള്ളൂ. However, in sour dahi, acidity can go up to 1%. Okay, മാക്സിമം ആണ് പറയുന്നത് 1%. നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും നിങ്ങൾ 0.75 to 0.85 എന്ന് പിക്ക് ചെയ്യുക. 1% അവർ പറയുന്നത് എക്സ്ട്രീം കേസ് ആണ്. ഓക്കെ, സവർ ദഹിക്ക് മാത്രം പറയുന്ന ഒരു എക്സ്ട്രീം കേസ് ആണ് 1%. മാക്സിമം അത്രയും വരെ പോവാന്നുള്ളത്. ഇനി എന്തൊക്കെയാണ് ദഹിയിൽ കാണുന്ന കോമൺ ആയിട്ടുള്ള ഡിഫക്റ്റ് എന്ന് നോക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞു എങ്ങനെയുള്ളതായിരിക്കണം ഗുഡ് ക്വാളിറ്റി, കളർ ആൻഡ് അപ്പിയറൻസ് നമ്മൾ പറഞ്ഞു. ഇനി എപ്പോഴാണ് അത് ഡിഫക്റ്റ് ആയി വരിക? Normally, good quality dahi will not show any objectionable color defect or appearance defect. However, a brown color due to overboiling of milk will result and is considered to be a defect. Okay, കളറിൽ വരുന്ന ഡിഫക്റ്റ് ആണ് ഈ ഒരു ബ്രൗൺ കളർ അപ്പിയറൻസ്. അത് എപ്പോഴാണ് വരിക? നമ്മൾ ഓവർ ആയിട്ട് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ബ്രൗൺ കളർ നമ്മുടെ കേർഡിന് ഉണ്ടാവും. ഓക്കെ, സോ അതൊരു ഡിഫക്റ്റ് ആണ്. ബ്രൗൺ കളർ ഇൻ dahi is a defect which is caused due to the overheating അല്ലെങ്കിൽ excessive boiling of milk. If milk is not strained, foreign matter will appear on the top layer of dahi, which will give unclean appearance. Surface discoloration due to the growth of mold is not common. However, after prolonged storage, this defect is likely to be encountered. Free weight floating on the surface is a serious defect. Okay, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കളർ ആൻഡ് അപ്പിയറൻസിൽ പറഞ്ഞ ഡിഫക്റ്റ്? ആദ്യത്തെ കാര്യം എക്സസീവ് ബോയിലിംഗ് കാരണം വരുന്ന ബ്രൗണിങ്. അതുപോലെ രണ്ടാമത്തത് നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്ട്രെയിൻ ചെയ്യാത്തത് കൊണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ അരിച്ചെടുക്കാൻ അതിനെ നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കണം അല്ലെ, സ്ട്രെയിനിങ് നമ്മൾ ചെയ്യണം. ഫിൽട്രേഷൻ ക്ലാരിഫിക്കേഷൻ ഒക്കെ നമ്മൾ ആ ഫ്ലോ ചാർട്ടിൽ പഠിച്ചു. അപ്പൊ അത് നല്ല രീതിയിൽ നടന്നിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് മിൽക്കിൽ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഈ കേർഡിന്റെ ടോപ്പ് ലെയറിൽ ഡെപ്പോസിറ്റ് ആവാൻ തുടങ്ങും. Again, this is an appearance defect. Okay, appearance നല്ല ക്വാളിറ്റി അല്ല, അതൊരു ഡിഫക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കാര്യം ഫോറിൻ മാറ്ററിന്റെ പ്രസൻസ് ഓൺ ദ ടോപ്പ് ലെയർ. റീസൺ എന്താണ്? പ്രോപ്പർ സ്ട്രെയിനിങ് അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ ഫിൽട്രേഷൻ നടക്കാത്തതാണ്. അതാണ് രണ്ടാമത്തെ ഡിഫക്റ്റ്. മൂന്നാമത്തതെന്ന് പറഞ്ഞാൽ മോൾഡ് ഗ്രോത്ത്. ഇതൊരു കോമൺ ഡിഫക്റ്റ് അല്ല, എന്നാലും മോൾഡിന്റെ ഗ്രോത്ത് കാരണം സർഫസിൽ വരുന്ന ഡിസ്കളറേഷൻ, ഒക്കെ ചെറിയ ഗ്രീനിഷ് കളർ ഒക്കെ വരാം. നോട്ട് കോമൺ ബട്ട് ഇറ്റ് ക്യാൻ ഹാപ്പൻ ബിക്കോസ് ഓഫ് പ്രോലോങ്ഡ് സ്റ്റോറേജ്. ഓക്കെ, അപ്പം ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് പ്രോലോങ്ഡ് സ്റ്റോറേജ് ആണ്. ഓക്കെ, മോൾഡ് ഗ്രോത്ത് വരാം, പ്രോലോങ്ഡ് സ്റ്റോറേജിൽ അതും സർഫസ് ഡിസ്കളറേഷൻ സംഭവിക്കാം. ഫൈനലി പറയുന്ന ഡിഫക്റ്റ് ആണ് ഫ്രീ വേ ഫ്ലോട്ടിംഗ്. ഓക്കെ, നമ്മുടെ പ്രോപ്പർ ടെമ്പറേച്ചറും കാര്യങ്ങളും അല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ പ്രോപ്പർ ഹീറ്റിംഗ് ഇല്ല, നമ്മുടെ അടുത്ത മിൽക്കിന് പ്രോപ്പർ ആയിട്ട് നമ്മൾ അതിൽ വാട്ടർ ഒന്നും ഇവാപറേറ്റ് ആയി പോയിട്ട് എക്സസ് വാട്ടർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഫ്രീ വേ ഫ്ലോട്ട് ചെയ്യും. അതും ഒരു സീരിയസ് ഡിഫക്റ്റ് ആണ്. ദെൻ ഫ്ലേവർ ഡിഫക്ട്സ് ഉണ്ട്, നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദെൻ ഹൈ ആസിഡ് ഡിഫക്റ്റ് ഉണ്ട്. ആസിഡ് ഡിഫക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഡ്യൂ ടു ദ എക്സസീവ് എമൗണ്ട് ഓഫ് ഇനോക്കുലം. നമ്മൾ പറഞ്ഞു ഒരു 0.5 to 2.5 മാക്സിമം ഓഫ് 3% ഇനോക്കുലമേ നമ്മൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ ഇനോക്കുലം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ എടുത്ത ഇനോക്കുലം ഭയങ്കര പുളിയുള്ളതാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞു മാക്സിമം നമ്മുടെ ടൈറ്റഡ് അസിഡിറ്റി 0.75 to 0.85 ആണ്. ഈ സാർ ദഹി ആണെങ്കിൽ 1% വരെ പോവാം. അങ്ങനെയുള്ള ദഹി എടുത്തിട്ടാണ് നമ്മൾ കേർഡ് ഉണ്ടാക്കിയതെങ്കിൽ ആ കിട്ടുന്ന ദഹിക്കും എന്താണ് ഭയങ്കര acidic taste ഉണ്ടാവും. ഓക്കെ, ഭയങ്കര പുളിപ്പ് ഉണ്ടാവും. ദാറ്റ് ഇസ് ഓൾസോ എ ഡിഫക്ട്. ഓക്കെ, സോ ഹൈ ആസിഡ് ഡിഫക്ട് ഇറ്റ് ഇസ് കോസ്ഡ് ഡ്യൂ ടു എക്സസീവ് amount of inoculum or high temperature or prolonged storage. ഓക്കെ, നമ്മൾ ഓവർനൈറ്റ് വെക്കുന്നതിന് പകരം 2-3 ദിവസം കഴിഞ്ഞ് എടുത്തു നോക്കിയാൽ എന്താ ഈ ബാക്ടീരിയൽ മൾട്ടിപ്ലിക്കേഷൻ കൂടിയിട്ടുണ്ടാവും, അതുപോലെ തന്നെ പുളിപ്പും കൂടിയിട്ടുണ്ടാവും. ദാറ്റ് ഇസ് എ ഡിഫക്ട് which is characterized by sharp taste and very acidic smell. However, in sour dahi, high acid level 1% is not considered as a defect. Okay, നമുക്ക് വേണ്ടത് ഹൈ ആസിഡ് ദഹി ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് എ ഡിഫക്ട്. പക്ഷെ അല്ലാത്ത കേസിൽ
നമ്മൾ ഈ ഒരു ഹൈ ആസിഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ദഹിയും അങ്ങനെയായിരിക്കും. അപ്പൊ അതൊരു ഡിഫക്റ്റ് ആണ്. ഓക്കെ, നമ്മളെടുത്ത ഇനോക്കുലം കറക്റ്റ് പെർസെന്റേജിൽ അല്ലാന്നുണ്ടെങ്കിൽ അത് ഡിഫക്റ്റ് ആണ്. പക്ഷേ നമ്മൾ ദഹിയാണ് പ്രിപ്പയർ ചെയ്തത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1% എടുത്തതിന് ഇറ്റ് ഇസ് നോട്ട് എൻ ഇഷ്യൂ. അത്രയാണ് പറയുന്നത്. ദെൻ ബിറ്റർ ടേസ്റ്റ് ഉണ്ടാവാം, which is associated with contamination of milk or culture with sweet curdling organism. Okay, അങ്ങനത്തെ നമ്മൾ സ്വീറ്റ് കർഡിംഗ് ഓർഗാനിസം എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബിറ്റർ ടേസ്റ്റ് ഉണ്ടാവാം. ബിറ്റർ ടേസ്റ്റ് ഉണ്ടാവാനുള്ള മറ്റൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് മിൽക്ക് ഫ്രം ആനിമൽസ് ഫെഡ് ഓൺ സർട്ടൻ ഫീഡ്സ്. ഓക്കെ, ചില ഫീഡ് എടുത്തു കഴിഞ്ഞ ആനിമൽസിന്റെ മിൽക്കിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന കേർഡിനും ഈ ഒരു ബിറ്റർ ടേസ്റ്റ് ഉണ്ടാവാം. ഓക്കെ, അതിന്റെ ഫീഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. This is generally perceived at the end of tasting period. ഇതൊരു ആക്ച്വലി ഒരു ഭയങ്കര സീരിയസ് ഡിഫക്റ്റ് ആണ്. കാരണം നമുക്ക് ഈ ബിറ്റർ ടേസ്റ്റ് ഉണ്ടോ എന്ന് നമ്മൾ അറിയണമെങ്കിൽ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഡിഫക്റ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. Then there is a cheesy defect. Cheesy എന്ന് പറയുന്നത് it is noticed in dahi which is stored for long period and due to proteolysis of milk. മിൽക്കിലുള്ള പ്രോട്ടീൻ ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തതുകൊണ്ട് ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ് ഈ cheesy defect. This is not common in dahi as it is generally not stored for long time. ഇനി മെറ്റാലിക് ഡിഫക്റ്റ് ഉണ്ട്. മെറ്റാലിക് ഡിഫക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഡ്യൂ ടു കണ്ടാമിനേഷൻ ഓഫ് മിൽക്ക് വിത്ത് അയൺ ഓർ കോപ്പർ ആൻഡ് ഒക്കേഴ്സ് വെൻ curd is set in metallic container. നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ സാധാരണ മെറ്റാലിക് കണ്ടെയ്നേഴ്സിലൊന്നും ഇത് വെക്കാറില്ല. ഓക്കെ, അസിഡിക് ഫെർമെന്റേഷൻ പ്രോസസ് ആണ്. നമ്മൾ സാധാരണയായിട്ട് മെറ്റാലിക് കണ്ടെയ്നേഴ്സിൽ വെക്കാറില്ല അല്ലെ. നമ്മൾ പറഞ്ഞു എർത്ത് ആൻഡ് വേവ്സിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ദഹി ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷെ നമ്മൾ ഈ മെറ്റാലിക് കണ്ടെയ്നേഴ്സിൽ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ഈ ഒരു അയൺ ആൻഡ് കോപ്പർ ടേസ്റ്റ്, ഈ ഒരു മെറ്റാലിക് ടേസ്റ്റ് വരും. കാരണം ഇതൊരു ഫെർമെന്റേഷൻ പുളിപ്പ് അസിഡിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നടക്കുന്നത്. നമ്മൾ ഒരിക്കലും മെറ്റാലിക് കണ്ടെയ്നേഴ്സ് എടുക്കാൻ പാടില്ല. കാരണം ഇതാണ്, അതിന് ആ ഒരു മെറ്റാലിക് ടേസ്റ്റ് വരും. ഓക്കെ, ദ സാർ ടേസ്റ്റ് ഓഫ് ദഹി മാസ്ക് ദി മെറ്റാലിക് ഡിഫക്ട്. ഓക്കെ, ദാറ്റ് ഇസ് അനദർ ഇഷ്യൂ. നമ്മൾ ഓൾറെഡി ദഹിക്ക് ഈ ഒരു പുളിയുള്ളതുകൊണ്ട് പലപ്പോഴും ഈ ഒരു മെറ്റാലിക് ഡിഫക്ട് മാസ്ക് ആയി പോവാറുണ്ട്. Then there is lumpy and grainy defect which is observed more often when the reconstituted milk is used and due to improper dissolution of milk powder. This is not a common defect. Okay, lumpy അല്ലെങ്കിൽ ഗ്രേ എന്ന് പറയുന്ന ഡിഫക്ട് ഉണ്ടാവും നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് മിൽക്ക് ആണെങ്കിൽ. റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ 1 part of milk powder to 7 to 8 parts of water. Okay, 1 part of milk powder 7 to 8 parts of വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന മിൽക്കിനാണ് നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് മിൽക്ക് എന്ന് പറയാം. ഓക്കെ, പല ടൈപ്പ് മിൽക്ക് ഉണ്ട്. നമുക്കത് പഠിക്കാനില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്ലാസ് എടുക്കാഞ്ഞത് ഞാൻ. റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് മിൽക്ക് എന്നും റീകമ്പൈൻഡ് മിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്സ് ഓഫ് മിൽക്ക് അവൈലബിൾ ആണ്. ഈ റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് മിൽക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ച് മിൽക്ക് പൗഡറും അതുപോലെ വാട്ടറും 1 part of പൗഡറിന് 7 to 8 parts of വാട്ടർ മിക്സ് ചെയ്തിട്ടാണ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് മിൽക്ക് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്ന മിൽക്കിലാണ് ഈ ലംപി അല്ലെങ്കിൽ ഗ്രെയിനി ഡിഫക്ട് എന്ന് പറയുന്നത് കാണാറുള്ളത്. ദിസ് ഇസ് ഹാപ്പനിങ് ഡ്യൂ ടു ഇംപ്രോപ്പർ ഡിസൊല്യൂഷൻ ഓഫ് മിൽക്ക് പൗഡർ. നമ്മൾ നല്ല രീതിയിൽ ഈ ഒരു മിൽക്ക് പൗഡർ വാട്ടറിൽ മിക്സ് ആവാത്തത് കൊണ്ടാണ് ലംപി അല്ലെങ്കിൽ ഗ്രെയിനി എന്ന് പറഞ്ഞ ഡിഫക്ട് കാണാറുള്ളത്. Then we have watery with curdy flakes. Okay, this defect arises from low total solid content followed by mechanical stress to curd. അതൊരു കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡിഫക്ട് അല്ല. Then we also have weighing off, which is a serious defect noticed in dahi. Free whey floats either on the top of curd, floats on top with ഫ്രീ വേ അറ്റ് ദ ബോട്ടം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഏറ്റവും കോമൺലി നമ്മൾ കാണുന്ന ഒരു ഡിഫക്ട് ആണ്. വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ കാണാറുണ്ട് അല്ലെ, മേലെ ഇങ്ങനെ ഒരു വേ ലെയർ വരുന്നത്. അതുപോലെ തന്നെ ഫ്രീ വേ താഴെ കിടക്കുന്നത് കാണാം. ഓക്കെ, അതിന്റെ ലിക്വിഡ് പോർഷൻ മേലെയും ഫ്രീ വേ ഡെപ്പോസിറ്റ്സ് ബോട്ടത്തിലും കിടക്കുന്നത് കാണാം. ഓക്കെ, ദിസ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഹൈ അസിഡിറ്റി, ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രോലോങ് സ്റ്റോറേജ്. നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, നമ്മൾ ഇങ്ങനെ ഒരു ഡിഫക്ട് എപ്പോഴും കാണുന്ന ഒന്നെങ്കിൽ നമ്മൾ ഒരുപാട് നേരത്തേക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ഉള്ള സമയത്താണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ, അതും അല്ലെങ്കിൽ ഹൈ അസിഡിറ്റി ഉള്ള ഒരു കൾച്ചറാണ് യൂസ് ചെയ്തതെങ്കിൽ ഈ പറഞ്ഞ പോലെ വേയിങ് ഓഫ് എന്ന് പറഞ്ഞൊരു ഡിഫക്ട് കാണാം. അപ്പിയറൻസ് ഓഫ് വേ അറ്റ് ദ ബോട്ടം വിത്ത് curd floating on the top gives an indication of contamination of either milk or starter. പിന്നെയുള്ള ഒരു ഡിഫക്ട് ആണ് ടു വീക്ക് ബോഡി. ഓക്കെ, ടു വീക്ക് ബോഡി എന്ന് പറഞ്ഞാൽ ദഹി will not retain its body and will flow like condensed milk from the container. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ക്രീമി അല്ലെങ്കിൽ കസ്റ്റേർഡ് ലൈക്ക് ടെക്സ്ചർ ആണ് ഉണ്ടാവുക. പക്ഷെ നമ്മളെ ടു വീക്ക് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേർഡ് എന്ത് ചെയ്യും, അത് ആ ലൂസ് ടെക്സ്ചർ ഓവറായിട്ട് അത് ഫ്ലോ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ദിസ് ഡിഫക്ട് മേ ബി ഡ്യൂ ടു either low total solid content or insufficient acid production. Then there is a gassy defect which is due to the presence of gas pockets in the body of curd or gassy appearance, which is a serious defect associated with the growth of contaminant yeast or E. coli. ഓക്കെ, ഈസ്റ്റ് അല്ലെങ്കിൽ ഈക്കോളൈന്റെ പ്രസൻസ് കാരണം ഗ്യാസി അല്ലെങ്കിൽ ഗ്യാസ് പോക്കറ്റ്സ് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, എയർ ബബിൾസ് പോലെ അല്ലെങ്കിൽ പോക്കറ്റ്സ് ഡെവലപ്പ് ചെയ്യാം, വിച്ച് ഇസ് ഓൾസോ സീരിയസ് ഡിഫക്ട്. ഓക്കെ, ഗ്യാസി ഡിഫക്ട് ഉണ്ടാവുന്നത് ഈ ഈസ്റ്റ് കാരണം, അതുപോലെ ഈക്കോളൈ കാരണമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് പോക്കറ്റ്സിന്റെ പ്രസൻസ്, കേർഡിന്റെ ബോഡിയിൽ ഗ്യാസ് പോക്കറ്റ്സിന്റെ പ്രസൻസ് കാണുന്നതിനാണ് നമ്മൾ ഗ്യാസിനെസ് എന്ന് പറയുന്നത്.
Then we also have a ropiness, which is not generally associated with DAHI, but can be seen if the milk is not properly pasteurized or gets contaminated with sliminess producing organism. Okay. So ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ഡിഫക്റ്റ്. പിന്നെ ropiness ചോദിച്ചു കണ്ടിട്ട് നമുക്ക് അതൊന്നും കൂടി നോക്കാം. ഇറ്റ് ഇസ് നോട്ട് ജനറലി അസോസിയേറ്റഡ് വിത്ത് DAHI. വിത്ത് റെസ്പെക്ട് ടു DAHI അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ropiness MCQ ക്വസ്റ്റ്യൻസിൽ കാണാം. അതുകൊണ്ട് ജസ്റ്റ് അതൊന്നും ഇപ്പൊ പഠിക്കാം, നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. എന്നാലും ropiness ഇവിടെ ഒന്ന് നോക്കി പോവാം. DAHIയിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ നോൺ പാസ്ചറൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രോപ്പർ പാസ്ചറൈസേഷൻ നടക്കാത്ത മിൽക്കിലാണ് ഈ ropiness എന്നുള്ള ഡിഫക്ട് കാണാറ്. അതുപോലെ തന്നെ സ്ലൈമിനെസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസ് എന്തെങ്കിലും ropiness ഡിഫക്ട് കാണാറുണ്ട്. Now this is another slide telling about the common defect in DAHI. ഏകദേശം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ മുന്നത്തെ ഒരു സ്ലൈഡ്സിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ഇതിൽ കാണാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാൻ മതി, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ഇതിൽ ഞാൻ പറയാത്ത കാര്യം മാത്രം ജസ്റ്റ് നോക്കാം. ഓക്കെ, ഈ ഒരു റാൻസിഡ് ഫ്ലേവർ ഡെവലപ്പ് ചെയ്യാൻ മിൽക്കിൽ അത് ലിപ്പോളിറ്റിക് ആക്ടിവിറ്റി കാരണമാണ്. എഗെയിൻ റെമഡി ഒന്നും വേണ്ട, നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. ഏകദേശം ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റേതിൽ പറഞ്ഞു. ഇതിൽ അത്ര ഒരു ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ പോലെ. നിഫ്റ്റത്തിന്റെ സ്ലൈഡ് നിർത്തതാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ. നമുക്കൊരു കേരള ഗവൺമെന്റ് റിലേറ്റഡ് ടെക്സ്റ്റ് ബുക്സിലുള്ള കാര്യങ്ങൾ മതിയോ? അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ടാവുള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ നോളജിന് വേണ്ടിയിട്ട് വായിക്കാം. Now finally coming to the storage condition. നമ്മൾ എങ്ങനെയാണ് DAHI സ്റ്റോർ ചെയ്യേണ്ടത്? ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഒരു 5 ഡിഗ്രി സെൽഷ്യസ് ആണ് ഏറ്റവും ബെസ്റ്റ് ടെമ്പറേച്ചർ ഫോർ ദ സ്റ്റോറേജ് ഓഫ് DAHI നമ്മൾ പറഞ്ഞു. Plain DAHI can be stored in good condition for up to 3 days of storage period. At refrigerated condition നമുക്ക് up to 12 days കൺസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റും. പാക്കേജ് പ്രൊഡക്റ്റ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത് ലെസ് ദാൻ 5 ഡിഗ്രി സെൽഷ്യസ് ആണ് ഫോർ എക്സ്റ്റെൻഡഡ് ഷെൽഫ് ലൈഫ്. പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങളൊന്നും അതിൽ പറയാനില്ല, അത്രയും പറയാൻ. ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ പ്രിപ്പറേഷൻ റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ഇതുവരെ സാധിച്ചിട്ടില്ലേ? എങ്കിൽ ഐശ്വര്യത്തിന്റെ പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ തന്നെ ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിനൊപ്പം നിങ്ങൾക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ധാരാളം വിജയങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, full syllabus based capsule notes and other study materials, doubt clearance and mentorship, 5000-ലധികം topic wise multiple choice questions with detailed explanation, 20ഓളം PSC മോഡൽ ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് നിങ്ങൾക്കും ഇന്ന് തന്നെ സ്വന്തമാക്കാം. ടെക് PSCയുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസിലൂടെ ടെക് PSC സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം. വെറും 1999 എന്ന നിസ്സാരമായ പ്രൈസിൽ. അപ്പോൾ അധികം വൈകാതെ ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.